ന്യൂസ് പ്ലസ് തുടരുകയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സർക്കാർ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. ഇന്ന് രാവിലെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിലെത്തിയ എക്സൈസ് സംഘം മുഴുവൻ മുറികളും മരിച്ചുപെറുക്കിയത്. 4 പാക്കറ്റുകളിലായി 20 ഗ്രാം കഞ്ചാവ് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചെടുത്തു. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കോളേജ് അവധിയായതിനാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല. സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ലഹരി പ്രവർത്തനത്തെക്കുറിച്ച് പോലീസിൽ വിവരമറിയിച്ചത് SFI ആണെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഇതിനകത്ത് സംശയാസ്പദമായി 2 ആളുകളെ കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസിനെ, നിലവിൽ മ്യൂസിയം പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ SFI സഖാക്കൾ പറഞ്ഞിട്ട് ഞങ്ങളടക്കം വന്ന് പോലീസിനെ പിടിച്ചേൽപ്പിച്ച് ഇങ്ങനെ ഇത് പരിശോധിക്കപ്പെടണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പോലീസും എക്സൈസും നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സർക്കാർ ഹോസ്റ്റലിലും പരിശോധന നടത്തിയത്. പരിശോധനയെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു സർവകലാശാല വൈസ് ചാൻസലറുടെ പ്രതികരണം. സത്യം പറഞ്ഞാൽ ആ നടപടിയെ, പോലീസ് നടപടിയെ യൂണിവേഴ്സിറ്റി സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളും ഈ രീതിയിൽ പോലീസ് റെയ്ഡ് നടത്തണമെന്നും അവിടുത്തെ കുട്ടികളെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കാത്തവരാണ് എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആദർശാണ് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നത്. ശ്രീ ആദർശ്, സ്വാഗതം. ക്യാമ്പസുകളിൽ നിന്ന് ലഹരി പിടിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമാണ് എന്ന് പറയാൻ സാധിക്കില്ല. പലയിടങ്ങളിൽ പല ഘട്ടങ്ങളിൽ ലഹരിയുണ്ട്. പക്ഷേ ഈ രാസലഹരിയുടെ കയത്തിലേക്ക് കേരളം വീഴുകയും കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൽ നിന്ന് ലഹരി പിടിക്കുകയും അതിൻ്റെ വിവാദങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി വ്യാപകമായി ഉണ്ട് എന്നുള്ളത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അദ്ദേഹത്തിന് സാങ്കേതിക തകരാറുണ്ട്, അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. ആദർശ്, കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. ഓക്കെ ആദർശ്, എൻ്റെ ചോദ്യം നേരിട്ട് തന്നെ ചോദിക്കാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി വളരെ വലിയ രീതിയിൽ വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായി തടയാൻ ഇവിടെയുള്ള സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ല. അല്ല, ഇതിനകത്ത് ആദ്യമേ പറഞ്ഞു വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റൽ എന്നുള്ള രൂപത്തിലാണ് പ്രതിപാദിക്കപ്പെട്ടത്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ടൊരു മിസ്റ്റേക്ക് അതിനകത്ത് തന്നെ ഉണ്ട്. കാരണം ഇത് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് കീഴിലെ വിദ്യാർത്ഥികൾ, വിവിധങ്ങളായ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇത് പലപ്പോഴും ഇന്ന് രാവിലെയും ഈ തരത്തിലേക്ക് റെയ്ഡ് നടന്നപ്പോഴും ഇത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റലാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള ധ്വനിയാണ് മുഴുവൻ മാധ്യമപ്രവർത്തകർ നടത്തിയത്. ഇനിയെങ്കിലും അത് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ആദ്യമേ പറയാൻ വേണ്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് പറഞ്ഞ പോലെ രാസലഹരിയുടെ ഉപയോഗം പലപ്പോഴായി വർദ്ധിച്ചു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ അരാജകത്വ പ്രവണതകളെ, അരാഷ്ട്രീയവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമ്പസുകളായി പലതും മാറിപ്പോകുന്നുണ്ട്. അരാഷ്ട്രീയവാദത്തെയും ഈ പറഞ്ഞ അരാജകത്വ പ്രവണതകളെയും സ്കൂൾ കാലഘട്ടം മുതലേ സപ്പോർട്ട് ചെയ്ത് വരണം എന്നുള്ള നിലയിലേക്കാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളുകൾക്കകത്തടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയം പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളെ വിലക്കുന്ന നിലയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ പോലെ രാസലഹരി ഉപയോഗം എന്ന് പറയപ്പെടുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇതിനകത്ത് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെൻറ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ അടക്കം വിവിധങ്ങളായ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആ ഹോസ്റ്റലിനകത്തെ സംശയാസ്പദമായി 2 ആളുകൾ അവിടെ കണ്ടതിനെ തുടർന്ന് നമ്മൾ പോലീസിനെ വിവരം അറിയിക്കുകയും ഒരു കുട്ടിയെ മർദ്ദിക്കുന്ന നിലയുണ്ടായപ്പോൾ പരാതി കൊടുക്കുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൃത്യമായി പോലീസിനോട് പറഞ്ഞതാണ്, അത് കൃത്യമായി പരിശോധിക്കപ്പെടണം എന്നുള്ള നിലയിലേക്ക് സൂചിപ്പിച്ചതാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിനകത്തേക്ക് റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇത് പലപ്പോഴും ചില മാധ്യമങ്ങൾക്കകത്തെങ്കിലും കണ്ടുവരുന്നത് SFIയുടെ നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റൽ, SFIയുടെ പ്രവർത്തകർ മാത്രം താമസിക്കുന്ന ഹോസ്റ്റൽ, യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഹോസ്റ്റൽ എന്നുള്ള രൂപത്തിലേക്ക്
നമ്മുടെ പൊതുബോധത്തെ ഈ രൂപത്തിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങളെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആ വാദത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ചോദിക്കാം ശ്രീ ആദർശ്. അപ്പോഴും SFI കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണല്ലോ, അത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണല്ലോ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന SFIയെ പൂർണ്ണമായും ലഹരി വിമുക്തമാക്കാൻ, SFIയിലെ ഓരോ അണിയെയും ലഹരി വിമുക്തമാക്കാൻ SFIക്ക് സാധിച്ചിട്ടുണ്ടോ? ആ വിധത്തിലുള്ള പ്രവർത്തനം അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് ചർച്ച ചെയ്ത് നമുക്ക് വിശദമായ ചർച്ചകളിലേക്ക് പോകണം. പക്ഷേ അത് പ്രായോഗത്തിൽ വരുത്താൻ SFIക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സമൂഹത്തിനകത്ത് SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് SFI പ്രവർത്തകരെ മാത്രമല്ല, അത് നമ്മുടെ പൊതുസമൂഹത്തിൽ പൊതുവെ ജീവിക്കുന്ന, നമ്മുടെ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനുള്ള ഇടപെടലാണ് SFI നടത്തിക്കൊണ്ട്. അതിനുവേണ്ടിയുള്ള ക്യാമ്പയിൻ പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പേ SFI നിരന്തരമായി ക്യാമ്പസുകൾക്കകത്ത് നടത്തി വരികയാണ്. SFI ലഹരി വിരുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ അവബോധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. അതുമായി സർക്കാരുമായും ഈ പറയുന്ന എക്സൈസുമായും വളരെ തരത്തിൽ നമുക്ക് ചേർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് SFI. ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതും അംഗീകരിക്കുന്നു. ആദർശ്, അപ്പോഴും ഒരു ചോദ്യമുള്ളത്, പല വിദ്യാർത്ഥികളും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായി, അത് SFI ആവാം, KSU ആകാം, MSF ആകാം, ABVP ആകാം, ഏത് വിദ്യാർത്ഥി സംഘടനയും ആയിക്കോട്ടെ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ വളരെ ഇമ്മീഡിയറ്റ് ആയി ആ വ്യക്തിക്ക് മേൽ ആ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത്, ഞാൻ SFI മാത്രം പോയിന്റ് ചെയ്ത് പറയുന്നതല്ല, അങ്ങനെ കരുതരുത്. പക്ഷേ ആ വിധത്തിലൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു ഉത്തേജനമായി വിദ്യാർത്ഥികൾക്ക് മാറുന്നുണ്ട് എന്ന സംശയം അല്ലെങ്കിൽ ഒരു വിമർശനം പൊതുസമൂഹത്തിൽ ഉണ്ട്. കാരണം അതിന് പല ഘടകങ്ങളുണ്ടാകാം. ആ വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ ആൾബലം ഉണ്ടാകാം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, ഒരു ലോക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. അത്തരം പ്രവണതകൾ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ ഉണ്ടോ? ഒരു ആത്മവിമർശനം എന്ന നിലയിൽ പറയാം. അല്ല, SFIയെ സംബന്ധിച്ച് ഈ രൂപത്തിലേക്ക് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി SFI തയ്യാറാകാറുണ്ട്. അങ്ങനെ ഒരു സംഘടനയാണ് SFI. സ്വാഭാവികമായും തിരുത്തലും സ്വയം വിമർശനവും ഒക്കെ ഏറ്റെടുക്കുന്ന സംഘടനയാണ് SFI. നമ്മുടെ പ്രവർത്തകർ ആ രൂപത്തിലേക്ക് മാറില്ല എന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. സ്വാഭാവികമായി ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് അത് ഉണ്ടായാൽ അത് തിരുത്തപ്പെടാനുള്ള ഇടപെടലുകൾ സജീവമായും ശക്തമായും ഇമ്മീഡിയറ്റായും എടുക്കുന്ന സംഘടനയാണ്. അത് കൃത്യമായി നിങ്ങൾക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമായിരിക്കും. അതങ്ങനെ മുൻകാലങ്ങളിൽ നമ്മൾ ആ രൂപത്തിലേക്ക് ഇടപെട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ട്. ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇത് നമ്മൾ പറയുന്ന SFIയോ അല്ലെ നമ്മുടെ സംഘടന KSU MSF അങ്ങനെയല്ല. ഇതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ക്യാമ്പസുകൾക്കകത്ത് ഈ പറഞ്ഞ രാസലഹരിയുടെ ഉപയോഗം ഉണ്ടാവുന്നില്ല, ഒരു വിദ്യാർത്ഥിയും ഇതിൻ്റെ ഭാഗമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടത്. ഇത് സ്വാഭാവികമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിനകത്ത് വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ള നടപടികൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ എടുക്കേണ്ടിയിരിക്കുന്നു. അത് പല ഘട്ടങ്ങളിൽ എടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ ആദർശ്, ഞങ്ങളോട് സംസാരിച്ചതിന്, ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയതിന്.